മിസ് അഖില, ഡയലോഗ് ഓക്കെ ആണ്? ഷോട്ട് റെഡിയാണ്. കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തു. ഓക്കെ, മാർക്ക് ചെയ്തിട്ടുണ്ടേ. ശരി സാർ. കണ്ണ, ഈ ആംഗിൾ ഫിക്സ് ചെയ്തു. ഓക്കെ. അതെ, ഏത് ആംഗിളാ ഫിക്സ് ചെയ്തിരിക്കുന്നത്? ഇതാണോ ഇതാണോ? എന്തിനാ? കോസ്റ്റ്യൂം കൊടുക്കാനാ. ആംഗിളൊക്കെ ഞാൻ ഫിക്സ് ചെയ്തോളാം. താൻ പോയി കോസ്റ്റ്യൂം കൊടുക്കും. ചേടാ, ആംഗിൾ അനുസരിച്ചല്ലേ കോസ്റ്റ്യൂം കൊടുക്കാൻ പറ്റുള്ളൂ. സോറി മാഡം, ഞാൻ അല്പം തിരക്കിലായിപ്പോയി. എല്ലായിടത്തും എന്റെ ഈ 2 കണ്ണുകൾ എന്നെ എത്തണം. കോസ്റ്റ്യൂം സെക്ഷൻ, ക്യാമറ സെക്ഷൻ, ലൈറ്റിംഗ് സെക്ഷൻ. ചുരുക്കി പറഞ്ഞ ഞാൻ ഇവിടുത്തെ ഒരു ഓൾറൗണ്ടറാ. ഇതാ മാഡത്തിന്റെ കോസ്റ്റ്യൂം. കോസ്റ്റ്യൂം അളവ് കറക്റ്റാ. ഇതിന്റെ ബാക്കി എവിടെ? ബാക്കിയാ? ഇല്ല, ഇത്രേ ഉള്ളൂ. അറേബ്യൻ ജ്വല്ലറിയുടെ ആഡ് എന്നല്ലേ പറഞ്ഞത്? അതെ, ആധുനിക നാരിയുടെ ആധുനിക സ്വർണ്ണ സങ്കല്പം. നോൺസെൻസ്. ഇത്തരം ഡ്രസ്സുകളൊന്നും ഞാൻ ധരിക്കില്ല. ധരിക്കില്ലേ? ഇതെന്ത് കൂത്താ? പിന്നെ ആര് ധരിക്കും? ഞാനാ? ലുക്ക്, അതൊന്നും എനിക്കറിയണ്ട. പക്ഷെ ഞാൻ ഇത് ധരിക്കില്ല. ഇങ്ങോട്ട് നോക്കിയേ, കുട്ടി ഇത് ധരിച്ചില്ലെങ്കിൽ മുതലാളിയുടെ പണി കിട്ടുന്നത് എനിക്കായിരിക്കും. ഇല്ലെന്ന് പറഞ്ഞില്ലേ? പോയി ഡയറക്ടറോട് പറ. അതെ, പണത്തിന്റെ പ്രശ്നമാണെങ്കിൽ മുതലാളിയോട് പറഞ്ഞ് ശരിയാക്കാം. തുണി കുറയും തോറും മണി കൂടും. സ്റ്റോപ്പ് ഇറ്റ്. എന്താണ് ഇവിടെ? സാറേ, ഈ കുട്ടി ഈ കോസ്റ്റ്യൂം ധരിക്കുന്നില്ല. കാര്യകാരണങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടും ധരിക്കുന്നില്ല. സാർ ഒന്ന് ധരിപ്പിക്കേ. നിർത്തണം. എന്താ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്? സ്ത്രീ ഒരു പ്രദർശന വസ്തുവാണെന്നോ, എന്ത് കൂത്താട്ടത്തിന് നിന്ന് തരണമെന്നോ? സ്ത്രീയെ ആദരിക്കാൻ അറിയാത്തവർ ഈ കമ്പനിയിൽ ജോലി ചെയ്യേണ്ടെന്ന് 100 വട്ടം ഞാൻ പറഞ്ഞിട്ടില്ലേ? എന്താണോ ഇത്? ഇതാണോ ഈ കുട്ടി ധരിക്കേണ്ടത്? ഇവിടെ ഷൂട്ട് ചെയ്യുന്ന ആഡ് ഫിലിമാണ്, ബ്ലൂ ഫിലിം അല്ല. ഓ സോറി മിസ് അഖില. കൊണ്ടുപോടോ. കോസ്റ്റ്യൂമിനല്ലല്ലോ സാർ പ്രാധാന്യം, സ്വർണ്ണാഭരണങ്ങളാൽ പുതിഞ്ഞ ഈ സുന്ദര മേനിക്കല്ലേ. കോൺസെപ്റ്റ് വേണേ മാറ്റാം, പക്ഷെ സ്ത്രീയുടെ മനസ്സ്, സംസ്കാരം ഇത് മാറ്റാനാവില്ല. മാറ്റാൻ ഞാൻ സമ്മതിക്കില്ല. എന്താണോ ഇത്? പള്ളിയിൽ അച്ഛന്റെ ലോഹയോ? സ്ത്രീ ശരീരം മൂടിക്കെട്ടി വെക്കാനുള്ളതല്ല. അതിന്റെ സൗന്ദര്യം ആസ്വദിക്കണമെങ്കിൽ അല്പം കലാബോധം വേണം. ആഡ് ഫിലിമാണ് ഇവിടെ ഷൂട്ട് ചെയ്യുന്നത്, അല്ലാതെ കഥകളിയോ ഓട്ടം തുള്ളലോ ഒന്നുമല്ല. പോയി വല്ല ബിക്കിനിയോ മിനിസ്കർട്ടോ എടുത്തോണ്ട് വാടോ. ബി സെക്സി മാൻ, ഐ സേ ബി സെക്സി. എന്താണോ വായം പൊളിച്ചിരിക്കുന്നത്? ഇനിയെങ്കിലും സ്ത്രീകളെ ബഹുമാനിക്കാൻ പഠിക്കാം. ഇന്നിന് ഷൂട്ടിംഗ് മതി. പാക്കപ്പ്. പോടോ. സോറി മിസ് അഖില, ഈ മൂഡിൽ ഇന്നിന് ഷൂട്ടിംഗ് വേണ്ട. ഞാൻ കാരണമായി ഇതൊക്കെ സംഭവിച്ചത്. സാറിന്റെ മൂഡ് കളഞ്ഞതിന് ഞാനാ സോറി പറയേണ്ടത്. സാറല്ല, മനു. അങ്ങനെ വിളിച്ചാൽ മതി. നമുക്ക് ഷൂട്ടിംഗ് നാളെ ആക്കിയാലോ? നല്ല മൂഡ്. നാളെ? അയ്യോ, നാളെ എനിക്കൊരു എൻഗേജ്മെന്റ് ഉണ്ട്. എന്താ? പേഴ്സണലാ. എന്നാൽ അഖിലേക്ക് ഒഴിവുള്ളത് എപ്പോഴാണോ അപ്പോൾ. ഓക്കെ. താങ്ക് യു സർ. സാറല്ല, മനു. താങ്ക് യു മനു. ഞാൻ അഖില, തന്റെ ഈ ചിരിയുണ്ടല്ലോ, അതാ ക്യാച്ചിങ്. ചിരിക്കുമ്പോ അഖില കൂടുതൽ സുന്ദരിയാവുന്നു. താങ്ക് യു മനു. വെൽക്കം. ഗംഭീരമായിരിക്കുന്നു പെർഫോമൻസ്. എക്സലന്റ്. അതൊക്കെ ശരി, പക്ഷെ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. എന്താ? നാളെ എന്താണ് അവൾക്കൊരു പേഴ്സണൽ കാര്യം? വേറെ വല്ലവനുമായി? അതൊന്നുമല്ല സാർ. ആ കുട്ടിയുടെ ബയോഡേറ്റ കണ്ടു. നാളെ അവളുടെ ബർത്ത്ഡേയാ. ഓ, അത്രേ ഉള്ളോ? ആ ടെൻഷൻ അങ്ങ് മാറി. സാർ, ഈ ബർത്ത്ഡേ പിടിച്ച് നമുക്കൊരു ചീട്ടിറക്കിയാലോ? നീ എന്താ ഉദ്ദേശിക്കുന്നത്? സാറേ, അഖില സാറിന്റെ മനസ്സിൽ കയറിയെങ്കിലും അഖിലയുടെ മനസ്സിൽ സാറ് കയറണ്ടേ? അതിനൊരു പദ്ധതി ഞാൻ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. ഇത്തിരി പണച്ചെലവുള്ള കാര്യമാണ്, പക്ഷെ പണം സാറിന് ഒരു പ്രശ്നമല്ലല്ലോ. അതുകൊണ്ട് ആദ്യം പണം തരൂ, എന്നിട്ട് ഞാൻ പ്ലാൻ പറയാം. നടക്കൂ? നടന്നിരിക്കും. എന്തിനായി പിശുക്ക്? അഖില സാറിന്റേതായ പോരെ. കിച്ചു, ഐമാറ്റ് അഡ്വർടൈസിംഗ് കമ്പനിയുടെ അസറ്റ് ആണോ നീ? അസറ്റ്. താങ്ക്സ്. അഖില, എന്തിനായിരിക്കും തിരിച്ച് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? ആ, ഒരു സർപ്രൈസ് ഉണ്ടെന്ന് മാത്രം പറഞ്ഞു. എന്തോ വിശേഷം ഉണ്ടല്ലോ. I don't know. എന്തൊക്കെ ചെയ്തൊക്കെ? മിസ് അഖില മേനോന് പിറന്നാൾ സമ്മാനം. അതിന് ഇന്നെന്റെ പിറന്നാളാണെന്ന് എങ്ങനെ അറിഞ്ഞു? ഞാൻ അറിഞ്ഞില്ല, പക്ഷെ മനു സാർ അറിഞ്ഞു. ദാറ്റ് ഈസ് മനു സാർ. മനു സാറിന്റെ വകയാണ് ഇതെല്ലാം. സാറിന് ഒരാളെ ഇഷ്ടപ്പെട്ട അവരെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് അറിഞ്ഞു വെക്കും. അതൊരു നമ്പറാ. നമ്പറോ? അതുപോലെ ഈ നമ്പർ എന്ന് പറഞ്ഞാൽ മറ്റാർക്കില്ലാത്തൊരു ക്വാളിറ്റി. തികഞ്ഞിട്ടില്ലാതെ ഇതും കൂടി ഉണ്ട്. മാനത്ത് തെളിയുന്ന മാരിവില്ല് പോലെ മനോഹരിയായ ഈ മുത്തിന് മനുവിന്റെ പിറന്നാൾ ആശംസകൾ. ഹാപ്പി ബർത്ത്ഡേ. ഇത് മനു സാർ എഴുതിയതാണോ? ഏയ്, ഞാൻ എഴുതിയത്.
ജസ്റ്റ് ജോക്കിംഗ്. മനു സാറിന്റെ ബിസിനസ് ഹൃദയത്തിന്റെ ഒരു കോണിൽ കവിഭാവനയുള്ള ഒരു കലാകാരനുണ്ട്. ഐ കാൻ ബിലീവ്. ഓ യു ഹാവ് ടു. മെനി മെനി ഹാപ്പി. ഹലോ. ഹാപ്പി ബർത്ത്ഡേ അഖില. താങ്ക് യു മനു. ഇറ്റ് വാസ് ക്വൈറ്റ് അൺഎക്സ്പെക്ടഡ് അല്ലേ? മനസ്സിൽ എന്താണ് ഇങ്ങനെ തോന്നിയെന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് നോ. ഈ ജന്മാന്തരങ്ങളുടെ ബന്ധം എന്നൊക്കെ പറയാറില്ലേ? സാറിനെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. നിമിഷം കൊണ്ടല്ലേ ആ പെണ്ണിനെ കയ്യിലെടുത്തത്. വശീകരണത്തിൽ സാറ് മാസ്റ്റർ ബിരുദം എടുത്തിട്ടുണ്ടോ എന്ന് പോലും സംശയമുണ്ട്. വർമാജി, ഇതിന് വലിയ ബിരുദമൊന്നും വേണ്ട. ചില ചില്ലറ പൊടിക്കൈകൾ മതി. ആദ്യം നമ്മളൊരു ജെന്റിൽമാൻ ആണെന്ന തോന്നലുണ്ടാക്കണം. പിന്നെ അവരുടെ സൗന്ദര്യത്തെ ഒന്ന് പുകഴ്ത്തി പറയണം. മൂന്നാമതായിട്ട് കുറച്ച് ചില്ലറ എറിയണം. സംഗതി ക്ലീൻ. പക്ഷെ ഇതൊരു റെയർ കേസാ. ലൈഫിൽ ഒരുപാട് അംബിഷൻസ് ഉള്ള പെൺകുട്ടിയാണ് അഖില. വർമാജി നോക്കിക്കോ, ഞാൻ അഖിലയെ ഐമാറ്റ് അഡ്വർടൈസിംഗ് കമ്പനിയുടെ അസറ്റാക്കി മാറ്റും. ഓ ഇറ്റ്സ് ഗെറ്റിംഗ് ലേറ്റ്. അവൾ ലേക്ക് സൈഡിൽ കാത്തിരിക്കും. ചെറിയൊരു കറക്കം. ഓൾ ദി ബെസ്റ്റ് സാർ. യു ആർ എ ലക്കി മാൻ. താങ്ക് യു. നോ മെൻഷൻ. ഗുഡ് ആഫ്റ്റർനൂൺ സാർ. അപ്പൊ വർമാജി എല്ലാം പറഞ്ഞതുപോലെ. ഓക്കെ. നില്ലേ തന്നോടല്ലോ മരുമോനെ എങ്ങോട്ടെത്ര തിടുക്കത്തില്ല. അത് പിന്നെ രഞ്ജു കാത്തിരിക്കും. ഇന്ന് നേരത്തെ ചെല്ലാമെന്ന് പറഞ്ഞു. ഭാര്യയോട് എന്തൊരു സ്നേഹം, എന്തൊരു സ്നേഹം. എന്നാലേ രഞ്ജു കാത്തിരിക്കില്ല. അവള് കരാട്ട പഠിക്കാൻ പോയി. കരാട്ട പഠിക്കാനോ? എന്തിന്? പഴയൻ അറിഞ്ഞില്ലേ? പത്രത്തിലുണ്ടായിരുന്നു. ദുഃഖിതരും പീഡിതരുമായ അബലകൾക്ക് കരുത്തു പകരാനായിട്ട് വിമൻസ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന പരിശീലന ക്ലാസ്. രഞ്ജുവിനെ കൊണ്ടാക്കിയിട്ടാ ഞങ്ങൾ വരുന്നത്. അവൾക്ക് എന്ത് ദുഃഖം, അവൾക്ക് എന്ത് പീഡനം? ദുഃഖിക്കുന്നത് ഞാനല്ലേ, അവളെ നിനക്ക് കിട്ടിച്ചു തന്നതിൽ. ഏതായാലും മരുമോൻ ഇരിക്കേ, എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പോഴോ? നാളെ പോരെ? വേറെ ചില അപ്പോയിന്റ്മെന്റ്സ് ഉണ്ടായിരുന്നു. ആ അപ്പോയിന്റ്മെന്റ് മാറ്റിവെക്കളിയ. വല്ലിച്ചം വല്ലപ്പോഴും തരുന്ന അപ്പോയിന്റ്മെന്റ് അല്ലേ? ബാലു, നീ പരിധി വിടുന്നു. അളിയൻ പരിധിക്ക് പുറത്തു പോകാതെ ഇവിടെ ഇരിക്കും. എന്താണ് അമ്മാവ ഭാവി കാര്യം? അമ്മാവ, ഭാവി കാര്യം പറഞ്ഞു കൊടുക്ക്. ഒരു 2 മണിക്കൂറെങ്കിലും മിനിമം വല്യച്ഛന് പറയേണ്ടി വരും. അളിയൻ ഇരിക്കും. അത്യാവശ്യമായിട്ട് ചില കാര്യം. ഇരിക്കണ അവിടെ. പ്ലാൻ ഒന്നും എനിക്കറിയില്ല. അതൊക്കെ മനു വന്നാലേ അറിയൂ. എന്നാലും ഞാനൊന്ന് ഗസ് ചെയ്തു. കാറിലൊരു നഗരപ്രദക്ഷിണം, ഏതെങ്കിലും സ്റ്റാർ ഹോട്ടലിൽ ഒരു ലഞ്ച്, പിന്നെ നമ്മുടെ ഫേവറേറ്റ് ചോക്കോബാർ. ദാറ്റ്സ് ഓൾ. പോടി കുശുംബി. ഓക്കെ ബൈ. ഹലോ. ഇവിടെ ഇവിടെ. കിച്ചു, ഇയാളെന്താ ഇവിടെ? ഡ്യൂട്ടി മാഡം, ഡ്യൂട്ടി. ഡ്യൂട്ടിയോ? ഇവിടെയോ? മനു എവിടെ? മനുവാ? മനു സാറെന്ന് വിളിക്ക്. ആ ഇപ്പൊ സാറല്ലല്ലോ, ഫ്രണ്ട് അല്ലേ. കിച്ചു വേണ്ട. മനു എവിടെന്ന് പറ. മനു സാറ് അവിടെ ഡ്യൂട്ടിയില്ല. ഇവിടെ ഈ ബ്യൂട്ടിയുടെ ഡ്യൂട്ടിക്കായി എന്നെ എന്ത് പറഞ്ഞു. ഡ്യൂട്ടി? മനു സാറ് വരാൻ ഇത്തിരി വൈകും. അതുവരെ തനിക്കൊരു കമ്പനി കൊടുക്കാൻ എന്നെ പറഞ്ഞു വെച്ചിരിക്കുക. എന്റെ മൂഡ് കളഞ്ഞു. അയ്യോ, എവിടെ കളഞ്ഞു? പാടില്ല. സോറി സോറി സോറി. വേണമെങ്കിൽ ഒരു 100 വട്ടം സോറി പറയാം. ഓഫീസിൽ ഒഴിവാക്കാൻ പറ്റാത്ത തിരക്കിലായിപ്പോയി. അതാ ഞാൻ കിച്ചുവിനെ അയച്ചത്. എന്നോട് പിണങ്ങല്ലേ? എനിക്ക് പിണക്കൊന്നുമില്ല. മനുവിന്റെ തിരക്ക് എനിക്കും അറിയാവുന്നതല്ലേ. സമയം കളയാൻ കിച്ചുവിന്റെ കമ്പനി നല്ലതാ. ഹീസ് സോ ഫണ്ണി. എന്താ? അല്ല, ഇവിടെ പറഞ്ഞതാ. അപ്പോ നാളെ എപ്പോഴാ കാണുക? എപ്പോ വേണേലും കാണാലോ. ഞാൻ ഫ്രീ ആണ്. സമയം ഫിക്സ് ചെയ്തോളൂ. നാളത്തെ മീറ്റിംഗിൽ ഞാൻ തന്നെ വരും. തീർച്ചയായും. കിച്ചുവിനെ അയക്കില്ല. ഓക്കെ. അയ്യോ, ഫോൺ വെക്കല്ലേ. ഞാൻ ഉറങ്ങാൻ പോവാ. അതിനു മുൻപ് ടെൽ മീ സംതിങ് സ്വീറ്റ്. ഇപ്പോഴോ? എന്റെ അടുത്ത് നീ എപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോകുകയാണ്. ഐ ലവ് യു. നിനക്കെന്താ വട്ടു പിടിച്ചോ? വട്ടുപിടിച്ചത് എനിക്കല്ല, മനുവേട്ടനാ. ഈ പറഞ്ഞതാ ഫോണിൽ കൂടെ അപ്പുറത്ത് കേട്ട് കാണില്ലേ? കേക്കട്ടെ. പാതിരാത്രിയില്ല ഇവനൊക്കെ വിളിക്കാൻ കണ്ട നേരം. ആ മനുവേട്ട, ഒരു കാര്യം കേൾക്കണോ? ഇന്നിവിടെ അച്ഛനും ബാലുവേട്ടനും തമ്മിൽ പൊരിഞ്ഞ ഡിസ്കഷൻ ആയിരുന്നു. എന്ത് ഡിസ്കഷൻ? മനുവേട്ടന്റെ പോക്ക് ശരിയല്ലെന്നും ഒരു കടിഞ്ഞാണ്ടിടണമെന്നും ബാലുവേട്ടൻ. അച്ഛനല്ലേ ആള്. നീ എന്താ കേട്ടെന്ന് പറ. അങ്ങനെ കടിഞ്ഞാണ്ടിടണമെന്ന് തോന്നിയാ ആ നിമിഷം ചേട്ടനെ കമ്പനിന്ന് പുറത്താക്കുമെന്നും എന്നെ ആ സിംഗപ്പൂർ കൊന്തനെ കൊണ്ട് കെട്ടിക്കൊന്നും അച്ഛൻ. മനുവേട്ടൻ എന്തിനാ ചിരിക്കുന്നത്? നിന്നെ വേറെ കെട്ടിക്കാനോ? അതോർക്കുമ്പോഴാ ചിരി.
കമ്പനി പോണെങ്കിൽ പോട്ടെ, പക്ഷെ നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല. ലൈറ്റ് അണക്കട്ട. എന്താ ഒരു കുഞ്ഞു പർച്ചേസ്. ഞാൻ ഇപ്പൊ വരാം. ജസ്റ്റ് 5 minutes. അതൊക്കെ പിന്നെ പോരെ. ഞാൻ ഇപ്പൊ വരാതെ. ഇതൊരു നടക്ക് പോവില്ല. ആ വർമാജി, ഞാൻ ഇത്തിരി ലേറ്റ് ആവും. ആ വെൽക്കം ഗ്രൂപ്പിന്റെ മീറ്റിംഗ് വർമാജി അറ്റൻഡ് ചെയ്താൽ മതി. ആ അവള് കൊണ്ട് കൂടെ ലേക്ക് സൈഡ് റിസോർട്ടിൽ ഒരു സ്യൂട്ട് റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ, താങ്ക് യു വെരി മച്ച്. മനുവേട്ടൻ ഒന്നും ഫൈനലൈസ് ചെയ്തിട്ടില്ല. അയ്യോ, ഇവിടെ പറഞ്ഞ വർമാജി, ഞാൻ പിന്നെ വിളിക്കാം. മനുവേട്ടാ ദേ ഇവിടെ. മനുവേട്ടൻ എന്താ ഇവിടെ? ഞാനൊരു ഷോപ്പിങ്ങിന് വന്നു. എന്ത് ഷോപ്പിംഗ്? എനിക്കല്ല, കിച്ചുവിന്. എന്നിട്ട് കിച്ചു എവിടെ? കിച്ചു അകത്തോട്ട് പോയി. ഞാൻ അങ്ങോട്ട് പോകാനായിട്ട് പോകാൻ. എന്നാ ഞങ്ങളും നടത്തി കുറച്ച് ഷോപ്പിംഗ്. ദേ മനുവേട്ടൻ ഒരു അടിപൊളി ഷർട്ട് വാങ്ങിയിട്ടുണ്ട്, കാണിക്കാം. അതൊക്കെ വിശദമായിട്ട് വീട്ടിൽ ചെന്നിട്ട് കാണാം. പൊയ്ക്കോ പൊയ്ക്കോ, ഭയങ്കര വെയില്. ഇന്നെങ്കിലും ഒന്ന് നേരത്തെ വരില്ല മനുവേട്ടാ. ഇന്ന് നേരത്തെ വരും. വാ. മനു, മനു വന്നേ. ഇതുണ്ടോ? നോക്കിയേ ഞാൻ എന്താ വാങ്ങിയെന്ന്. ഇഷ്ടായോ? റിങ് കൊള്ളാല്ലേ? പൊയ്ക്കോ. ഇതാരാ മനുവേട്ടാ? മനസ്സിലായില്ലേ? ഇതാകില്ല. എന്നുവെച്ചാരാ? നമ്മുടെ കിച്ചുവില്ലേ, കിച്ചു. കിച്ചുവിന്റെ വൈഫ്. കിച്ചു എപ്പോഴാ കല്യാണം കഴിച്ചത്? ഇതേ ചോദ്യം ഞാനും ചോദിച്ചു. കള്ളൻ ആരോടും പറഞ്ഞില്ല. ഇന്നാ ഞാനും അറിയുന്നത്. കിച്ചു അവിടെ ഷോപ്പിംഗ് കഴിഞ്ഞില്ലേ? ഒരാളെ ഇങ്ങോട്ട് പരിചയപ്പെടുത്തുമ്പോ തിരിച്ചും പരിചയപ്പെടുത്തണ്ടേ? ഈ മനുവേട്ടന്റെ ഒരു കാര്യം. ഇത് രഞ്ജു, ഇത് അഖില. അല്ല ഇത് മതി, ഞാൻ പറഞ്ഞോളാം. അഖില, ഞാൻ രഞ്ജു, മനുവേട്ടന്റെ ഭാര്യ. ഇനിയിപ്പൊ പൊയ്ക്കൂടെ? പ്രോമിസ് ചെയ്ത പോലെ നേരത്തെ വരണേ. ഓക്കെ, ബൈ അഖില. അഖില, കള്ളനാ നിങ്ങൾ. പേരും കള്ളൻ. ചീറ്റ്. അഖില, ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. എനിക്ക് കാണണ്ട ഇനി നിങ്ങള്. സർ പ്ലീസ്, എന്നെ നിർബന്ധിക്കരുത്. സാറിന് വേണ്ടി എന്തിനു ഞാൻ കൂടെ നിന്നിട്ടുണ്ട്. പക്ഷെ ഇതെനിക്ക് വയ്യ. എന്തിനാണ് അഖില എന്റെ ഭാര്യയാണെന്ന് പറഞ്ഞത്? കിച്ചു, എന്റെ അവസ്ഥ നീ എന്താ മനസ്സിലാക്കാത്തത്? പെട്ടെന്ന് അങ്ങനെ ഒരു കണ്ടുമുട്ടലുണ്ടായപ്പം പിന്നെ ഞാൻ എന്താ പറയേണ്ടിയിരുന്നത്? അവൾ എന്റെ കാമുകിയാണെന്നോ? എന്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്നവനായതുകൊണ്ടാ നിന്റെ പേര് ചേർത്ത് ഞാൻ പറഞ്ഞു പോയത്. പക്ഷെ സാർ, സത്യം എന്നായാലും പുറത്തു വരില്ലേ? രഞ്ജു ചേച്ചി എന്നെ പറ്റി എന്ത് വിചാരിക്കും? അഖിലേക്ക് എന്ത് തോന്നിക്കാണും എന്നെ കുറിച്ച്? അഖിലെ ഞാൻ പറഞ്ഞ് മനസ്സിലായിക്കൊള്ളാം. അതിനാ ഒരു തവണ കൂടി അവളെ എന്റെ മുന്നിലെത്തിക്കാൻ ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നത്. ഇല്ല സാർ, എനിക്കതിന് കഴിയില്ല. എന്നെ ഒഴിവാക്കി തരണം പ്ലീസ്. എനിക്ക് മനസ്സിലായി, നിനക്ക് ബുദ്ധിമുട്ടാണല്ലേ. സ്വന്തം അനുജന്റെ സ്ഥാനത്താ നിന്നെ ഞാൻ കണ്ടത്. ഏതാപത്തിനും കൂടെ നിൽക്കുമെന്ന് വിചാരിച്ചു. തെറ്റിപ്പോയി, എനിക്ക് തെറ്റിപ്പോയി. ചെന്ന് പറയാൻ ഞാൻ രഞ്ജുവിനോട് എല്ലാം നുണയായിരുന്നു. അഖില എന്റെ കാമുകയാണെന്ന്. അതോടെ എല്ലാം അവസാനിക്കും. ഈ സ്ഥാപനവും സ്ഥാനമാനങ്ങളും എല്ലാം തകർന്നടിയട്ടെ. ഞാനൊരു തെണ്ടിയെ പോലെ ഈ റോഡിലൂടെ അലയട്ടെ. എല്ലാം തുലയട്ടെ. എന്നാ പിന്നെ എന്തിനാ നിന്റെ സ്വപ്ന സൗധം മാത്രം ബാക്കി? അതും തുലയട്ടെ. കാട്ടരുത്. വിടുവാ മാറ്റി. എന്റെ ജീവിതം തുലച്ചിട്ട് ഇവിടെ അങ്ങനെ ആരുടെ സ്വപ്നങ്ങൾ പൂവണിയുണ്ട്. ഞാൻ പോകാം. അഖിലയുമായി സംസാരിക്കാം. അവളെ സാറിന് മുമ്പിൽ കൊണ്ടുവരാം. ഇതാ പണം. ഇനിയും വേണോ? തരാം. വേണ്ട സാർ, ഒന്നും വേണ്ട. സാറിനത് എന്തു പറ്റി? ഇത്രയും ദേഷ്യം ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ദേഷ്യപ്പെട്ടെന്ന് ആര് പറഞ്ഞു? ചെറിയൊരു ഡ്രാമയല്ലേ. അഖിലയെ വീണ്ടും എന്റെ മുന്നിലെത്തിക്കാൻ കിച്ചുവിന് മാത്രമേ കഴിയൂ. അവൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചപ്പോൾ അവന്റെ സ്വപ്നത്തിൽ തന്നെ കേറി പിടിച്ച ഒരു പെർഫോമൻസ്. എന്താ ബുദ്ധി! സമ്മതിച്ചിരിക്കുന്നു. വർമാജി, ഈ ലോകത്ത് സത്യം പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. ഒരു കള്ളം ഉറക്കെ പറഞ്ഞാൽ അപ്പ വിശ്വസിക്കും. പോയിന്റ് ഈസ് നോട്ടഡ് സാർ. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. ആരും കാണും വേണ്ട. ചതിയനാ, വഞ്ചകനാ. പുറത്തൊരു മുഖവും ഉള്ളിൽ മറ്റൊരു മുഖവുമാണ് അയാൾക്ക്.